പേരുകൊണ്ടും പ്രമാണിത്വം കൊണ്ടും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കിടയിൽ സുൽത്താനായി മാറിയ സുൽത്താൻ ഹോളിഡേയ്സിന്റെ വിജയവഴിയിലൂടെ ഇതാ ഞങ്ങളെത്തുന്നു. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സാദിഖ് കൊല്ലം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുത്തൻ വണ്ടിയുടെ പുത്തൻ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നും ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ട്രിബ്യൂട്ട് കൂടെ ചെയ്ത് നമ്മൾ താൽക്കാലികമായി ട്രിബ്യൂട്ടുകൾക്കൊരു സമാപ്തി ചെയ്യുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. മച്ചാന്മാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ മൈലപ്പുറ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സുൽത്താൻ ഹോളിഡേയ്സിനെ കുറിച്ചാണ്. സുൽത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വണ്ടിയാണ് സുൽത്താൻ എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്കിടയിൽ ഒരു സുൽത്താനായി മാറിയ ഒരു വണ്ടി തന്നെയാണ് സുൽത്താൻ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നിലൊക്കെ ഒരുപാട് ഘടകങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയുടെ തുടർച്ചയിൽ പറയുന്നതായിരിക്കും. പിന്നെ സുൽത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുൽത്താന് പിന്നിൽ ചെറിയ ഒരു കഥയുണ്ട്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ കുട്ടൂസ് എന്നായിരുന്നു. അപ്പോൾ കുട്ടൂസ് എന്ന വണ്ടി സുൽത്താനായി മാറിയതിന് പിന്നിൽ ചെറിയ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥയും പിന്നെ സുൽത്താൻ ഇതുവരെ എടുത്തു നിർത്തിയ വണ്ടികളുടെ വിശേഷങ്ങളും നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ടു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വണ്ടികളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം പറയാം. അടുത്തറിഞ്ഞവർക്കും അങ്ങേയറ്റം സ്നേഹിച്ചവർക്കും ഇവൻ കേവലമൊരു വണ്ടിയല്ല, അതിലുപരി ഒരു വികാരം തന്നെയാണ്. സുൽത്താൻ ഹോളിഡേയ്സ് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ചെന്നെത്തി നിൽക്കുന്നത് സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ അമരക്കാരനായ ദീപു വി നാഥ് പിന്നിട്ട 10 വർഷങ്ങളിലാണ്. അതെ, ദീപു ചേട്ടനാണ് സുൽത്താൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ. പാരമ്പര്യമായി ടെക്സ്റ്റൈൽസ് മേഖലയിൽ സജീവമായ കുടുംബം. മുൻഗാമികളെപ്പോലെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ദീപുച്ചേട്ടനും സജീവമാകുമെന്ന് വീട്ടുകാർ കരുതി. എന്നാൽ വളയത്തോടും വണ്ടികളോടുമായിരുന്നു ദീപുച്ചേട്ടൻ്റെ താല്പര്യം. അങ്ങനെ അത് സംഭവിച്ചു. വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ കണക്കിലെടുക്കാതെ 2010 ഒരു ട്രാവലർ സ്വന്തമാക്കി ദീപുച്ചേട്ടൻ വണ്ടി ഫീൽഡിലേക്ക് കടന്നു വന്നു. കുട്ടൂസ് എന്നായിരുന്നു തുടക്കത്തിൽ സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ പേര്. വർഷം 2011. ട്രാവലറിന് ശേഷം സുൽത്താൻ്റെ കുടുംബത്തിലേക്ക് 34 സീറ്റിൽ പുതിയ അതിഥി കടന്നു വന്നു. ഇതേ വർഷം തന്നെ സുൽത്താൻ്റെ കുടുംബത്തിലേക്ക് ആദ്യ 49 സീറ്റ് വണ്ടിയും കടന്നു വന്നു. അതിനുശേഷം 2014 കലിയുഗരാമൻ, 2015 വടക്കുംനാഥൻ, 2016 കുട്ടിക്കൊമ്പൻ എന്നീ എഡിഷൻ നെയിമുകളിലുള്ള വണ്ടികൾ കുട്ടൂസ് എന്ന പേര് ജനപ്രിയമാക്കി തീർത്തു. ഓരോ വർഷവും ഓരോ പ്രത്യേകതകൾ വണ്ടിയിൽ കുട്ടൂസ് കൊണ്ടുവന്നു. ചെല്ലുന്നിടത്തെല്ലാം വണ്ടി അങ്ങനെ ഒരു സുൽത്താനായി മാറിക്കൊണ്ടിരുന്നു. കാണികൾ പലപ്പോഴും കുട്ടൂസിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചു. തുടർന്ന് കുട്ടൂസ് ഹോളിഡേയ്സ് സുൽത്താൻ എന്ന നാമം സ്വീകരിച്ചു. വർഷം 2019. പുതിയ പേരിലും ഭാവത്തിലും ഒരു അഡാർ അവതാരത്തിൻ്റെ വരവ്. സുൽത്താൻ എന്ന പേരിൽ രാജാതിരാജ എന്ന എഡിഷൻ നെയിമിൽ അവൻ കേരളമാകെ സുൽത്താൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ വരവറിയിച്ചു. അവിടെ സുൽത്താൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം അവൻ്റെ കൂടെ രാജാതിരാജ 2.0 എന്ന അനുജനും കടന്നു വന്നു. പിന്നീടങ്ങോട്ട് ചേട്ടൻ്റെയും അനുജൻ്റെയും നാളുകളായിരുന്നു. ചേട്ടനും അനുജനും കേരള ക്യാമ്പസുകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചു. ചമര സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ ഷെഡിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം എന്നാണ് സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ ഷെഡിൻ്റെ പേര്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്പുറയിലുമാണ്.
അപ്പോൾ നമുക്ക് ഇപ്പോൾ സുൽത്താൻ ഹോളിഡേയ്സിന് നിലവിലുള്ള വണ്ടികളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സുൽത്താൻ ഹോളിഡേയ്സിന് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറഞ്ഞാൽ 3 വണ്ടികളാണ്. 3 വണ്ടികൾ എന്ന് പറഞ്ഞാൽ 2 സെഡോണുകളും ഒരു ക്യാപ്പെല്ല ബോഡിയിലെ വണ്ടിയുമാണ് സുൽത്താൻ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പെല്ലയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കപ്പെല്ല ബോഡിയിൽ രാജാതിരാജ എന്ന എഡിഷൻ നെയിമിലുള്ള ഒരു വണ്ടിയാണ് സുൽത്താൻ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വണ്ടിയിൽ വാഷ് ബേസിൻ വെക്കുന്നത് നമ്മുടെ സുൽത്താൻ്റെ രാജാതിരാജ എന്ന എഡിഷൻ നെയിമിലുള്ള വണ്ടിയിലാണ്. അതുപോലെ തന്നെ എല്ലാ സീറ്റിലും LCD ഡിസ്പ്ലേ അവതരിപ്പിച്ചതും സുൽത്താൻ്റെ രാജാതിരാജ എന്ന എഡിഷൻ നെയിമിലുള്ള വണ്ടിയിലാണ്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുൽത്താൻ എന്ന പേര് കേരളം അറിയിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ഇത്. മച്ചാന്മാരെ, ഇനി പറയാൻ പോകുന്നത് സുൽത്താൻ്റെ കുടുംബത്തിലേക്ക് ആദ്യം കടന്നു വന്ന സെഡോൺ അതിഥിയെക്കുറിച്ചാണ്. കിങ് വാരിയർ എന്നാണ് ഈ വണ്ടിയുടെ എഡിഷൻ നെയിം. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുൽത്താൻ്റെ രാജാതിരാജ എന്ന എഡിഷൻ നെയിമിലുള്ള വണ്ടികളിലുള്ള മിക്ക ഫെസിലിറ്റീസും കാര്യങ്ങളും സുൽത്താൻകാർ ഈ വണ്ടിയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ചിലപ്പോൾ നീയും കഥ തീർന്നു. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി. ഇനി പറയാൻ പോകുന്നത് സുൽത്താൻ്റെ കുടുംബത്തിലേക്ക് ഇരുമുഖൻ എന്ന എഡിഷൻ നെയിമിൽ ലേറ്റസ്റ്റ് ആയിട്ട് കടന്നു വന്ന വണ്ടിയെക്കുറിച്ചാണ്. ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ സുൽത്താൻ ഹോളിഡേയ്സ് കേരളത്തിന് നൽകിയ ഒരു അമിട്ട് സർപ്രൈസ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലാഷ് ഔട്ട് സ്കിൻ ഡുവൽ കളറിൽ കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ് സുൽത്താൻ്റെ ഇരുമുഖൻ എന്ന എഡിഷൻ നെയിമിലുള്ള വണ്ടി. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിറാക്കി ഡിസൈൻ്റെ ആനന്ദാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് കാലിക്കറ്റുമാണ് വണ്ടിയുടെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് സുൽത്താൻ ഈ വണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് കണ്ടാലും ഒന്നല്ല രണ്ടായി തോന്നും സുൽത്താൻ്റെ ഇരുമുഖൻ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ സുൽത്താൻ ഹോളിഡേയ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുൽത്താൻ്റെ ഫുൾ ടീം തന്നെയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് സുൽത്താനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സുൽത്താനിലെ ആരെങ്കിലുമായിട്ട് മുതലാളിയായിട്ട് തന്നെ മുതലാളിയടുത്ത് തന്നെ ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മുതലാളിയടുത്ത് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ സുൽത്താൻ്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ജസ്റ്റ് ഒരു മെമ്പറായിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ വൈബ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വൻ പൊളിയാണ്. എനിക്ക് അത് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. സുൽത്താൻ്റെ ഫുൾ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയ ഒരേ ലെവലാണ്. അപ്പോൾ മച്ചാമാർ, ഇതൊക്കെയാണ് സുൽത്താൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സീരീസുമായിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ നല്ല രീതിയിൽ അങ്ങ് ഷെയർ ചെയ്ത് കളഞ്ഞേരെ. പിന്നെ ആണെങ്കിൽ നല്ല രീതിയിൽ ലൈക്കും ചെയ്യും, കമൻറ്റും ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്കെങ്കിലും ചെയ്ത് കളയണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്താ ഗൈസ്, എല്ലാ വീഡിയോയിലും ഞാൻ മുടങ്ങാതെ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്. ഇറ്റ്സ് മീ സാദിഖ് സൈനിങ് ഓഫ്. ബൈ ബൈ.